ഹായ്, അരുൺ ബാബു മുക്കൂടാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങുക എന്നുള്ളതല്ല, അത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് വലിയ പ്രശ്നം. അപ്പോൾ ഞാനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ. അപ്പം അതിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കുറേ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചിലവാക്കിയിട്ട് കുറച്ച് പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അവർക്ക് പേയ്മെൻ്റ് അടച്ച് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ സെർവർ എടുത്തത് ഒരു നോർത്ത് ഇന്ത്യൻ ടീമിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. അവന്മാർ പണി തന്നു. പക്ഷേ സ്പാം എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ചില ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവന്മാരുടെ ബിസിനസ്സിൽ അവന്മാർക്ക് പ്രശ്നം പറ്റിയപ്പോൾ ആ ഒരു സെർവറിൽ അപ്ലോഡ് ചെയ്തിരുന്ന എൻ്റെ ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ ലോസായിപ്പോയി. നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന കുറച്ച് വീഡിയോ ക്ലാസ്സുകൾ, അതിൻ്റെ മോക്ക് ടെക്സ്റ്റുകൾ, PDF നോട്ടുകൾ, കറണ്ട് അഫെയർ, അങ്ങനെ സ്റ്റുഡൻസിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡേറ്റാസ് കാര്യങ്ങൾ അതെല്ലാം ലോസായിപ്പോയി. മാത്രമല്ല ഇതിൽ പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റുഡൻസ് പേയ്മെൻറ്റ് അടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പേയ്മെൻറ്റ് നമ്മളുടെ ഒരു ട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ സ്റ്റുഡൻസ് ഒരിക്കലും വിചാരിക്കരുത് നമ്മളവരെ പറ്റിച്ച പോലെ ആയി പോകരുത്. എന്ന് വെച്ചാൽ നമ്മുടെ സെർവറിന് പറ്റിയൊരു മിസ്റ്റേക്ക് കാരണം, ഞാൻ നോർത്തിൽ നിന്നെടുത്ത സെർവർ ആയതുകൊണ്ടും നമുക്കത് തന്നവരുടെ സർവീസ് മോശമായതുകൊണ്ടും ഉണ്ടായൊരു പ്രശ്നം കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്ന സ്റ്റുഡൻസിന് ഒരു പ്രശ്നം വരരുതല്ലോ എന്ന് കരുതിയിട്ട് അവരടച്ച പേയ്മെൻറ്റ് അവർക്ക് ഫുള്ളായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വേറൊരു ടീമിൻ്റെ സെർവറൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ട്രസ്റ്റബിളാണ്, അവർ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങുക എന്നുള്ളതല്ല, അത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതിനാണ് ഭയങ്കര ഒരു സ്ട്രഗിൾ ഉള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ഈ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നവർ. സോ എനിക്കിപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസിന് അവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. വിശ്വസിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും എന്നല്ല, അവന്മാർ നമ്മളെ കാണാൻ ദരിദ്രവാസികളാണ്. അവന്മാരെന്തും ചെയ്യാൻ മടിയില്ലാത്ത. ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല. അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എൻ്റെ സമയം പോകത്തതേ ഉള്ളൂ. ഞാൻ പിന്നെ വേറെ സെർവറും കാര്യങ്ങളൊക്കെ റെൻറ്റിൻ്റെ അടുത്ത് ഇപ്പം വീണ്ടും നമ്മുടെ ആപ്പൊക്കെ റീലോഞ്ച് ചെയ്ത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പം വീണ്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയായി, ക്ലാസ്സുകളൊക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സംഭവം ഇതാണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല, നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും എന്ത് കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിച്ച് ചെയ്യണം. ഞാനിതെൻ്റെ 4ഓളം വർഷത്തെ കഷ്ടപ്പാടിന് ശേഷവും കുറേ സ്ട്രഗിൾസിന് ശേഷവും കുറേ അടുത്തുനിന്ന് ഫണ്ടുകളൊക്കെ കണ്ടെത്തിയതിന് ശേഷമൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അബദ്ധം പറ്റുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടുപോകും, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു അക്കടി പറ്റുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടുപോകും. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും 4 പാടുന്നും നല്ല രീതിയിൽ 100 വട്ടം ചിന്തിച്ച് ചെയ്യുക. പക്ഷേ പ്രശ്നമില്ല, ഞാനിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണ്. ഒരു ഡ്രീം കണ്ടാണ് തുടങ്ങിയത്, ആ ഡ്രീമിനെ സക്സസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.